ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം നോ ലോജിക് ഒൺലി മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ ഇറങ്ങിയ ധനഞ്ജയ് ശങ്കർ പടം. അപ്പോൾ ആ ഒരു ടാഗ് ലൈനോട് കൂടി വന്നു എന്നുണ്ടെങ്കിൽ പോലും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലോജിക് എന്ന് പറഞ്ഞിട്ട് എവിടേക്കോ സിനിമയിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ലോജിക്ക് കണ്ടെത്താൻ അവരെന്നെ ശ്രമിച്ച് മൊത്തത്തിലൊരു അവിയൽ പരുവമായി പോയി എന്നാണ് തോന്നിയത്. ഈ ഒരു പടം മൊത്തത്തിൽ ഒരുപാട് റെഫറൻസുകളുടെയും ഒരുപാട് ഗിമ്മിക്സുകളുടെയും സ്പൂഫ് പരിപാടികളുടെയൊക്കെ ഒരു സംഗമമായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പോൾ ദിലീപിൻ്റെ സിനിമകളിലായാൽ പോലും കണ്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഡയലോഗ്സിലായി കഴിഞ്ഞാലും ആക്ഷൻസിലായി കഴിഞ്ഞാലും ജസ്റ്റേഴ്സിലായി കഴിഞ്ഞാലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന്, അത് ദിലീപിൻ്റെ സിനിമകളിൽ മാത്രമല്ല ക്യാരക്ടേഴ്സ്, ഈവൻ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ദേവ്ജി, പിന്നെ റിയാസ് ഖാൻ, റിസ്ക് ഖാൻ ഒക്കെ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുള്ളത് പോലും എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു റെഫറൻസുകൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എടുത്തുകൊണ്ട് വന്ന ക്യാരക്ടേഴ്സ് കൊണ്ടുവന്ന് ഇട്ടേക്കുകയാണെന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ആ പാട്ട് അടിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ടും കൂടെ വന്നതോടുകൂടി കംപ്ലീറ്റ് പ്രതീക്ഷകളും നശിച്ചു വരുന്നൊരു സിറ്റുവേഷനിലേക്ക് പോയിരുന്നു. അപ്പം അങ്ങനെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ സിനിമയ്ക്ക് കയറില്ല, കാരണം ദിലീപ് ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ എന്തായാലും നമ്മൾ ഒബ്വിയസ്ലി പോയി കാണും. അങ്ങനെ സിനിമയ്ക്ക് കയറി ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോൾ മനസ്സിലായി, ഓക്കെ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ള പരിപാടി. ആ ഒരു ഓൾറെഡി ഒരു ടാഗ് ലൈൻ നമുക്ക് തന്നല്ലോ, നോ ലോജിക് പരിപാടിയാണ്, മാഡ്നസ്, ഇൻസാനിറ്റി, ലൂണസി പരിപാടിയാണെന്നുള്ളത്. അങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ ആവുന്ന സമയത്ത് ലാലേട്ടം വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ, അതായത് ഈ ഫസ്റ്റ് ഹാഫിൽ കണ്ടതിൻ്റെ തന്നെ വേറെ ഒരു കോലം നമ്മളെ മുന്നിലേക്ക് വീണ്ടും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ബോറിങ് പരിപാടി ഉണ്ട്. നമുക്ക് പോയി ഇതെന്താണ്, എവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തു. കാരണം ലാലേട്ടൻ്റെ അവരെയൊക്കെ പ്രസൻറ്റ് ചെയ്ത രീതി പോലും ഭയങ്കര, ഇപ്പോൾ ലാലേട്ടൻ്റെ കേസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ലുക്സൊക്കെ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്ത്. നമ്മൾ പണ്ട് മിമിക്രിക്കാരൊക്കെ ലാലേട്ടനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസുകളൊക്കെ കൊടുത്തിട്ട് ലാലേട്ടനെ ഇറക്കി വിട്ട് ലാലേട്ടൻ്റെ ആ ഒരു ഗെറ്റപ്പ് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. ഇവൻ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ആ ഒരു ലുക്കുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ല. പക്ഷേ അത് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ റൈറ്റിങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ച് അവസ്ഥയായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മളത് കണ്ടിരിക്കുമായിരുന്നു. ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു മാഡ്നസ് നോ ലോജിക് പരിപാടിയായിട്ട് അവരത് കണ്ടിന്യൂ ചെയ്ത് ടുവേർഡ്സ് ദി എൻഡ് ക്ലൈമാക്സ് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഒരു കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് മെലോ ഡ്രാമ, കുറച്ച് ഫ്ലാഷ് ബാക്ക് പരിപാടികളൊക്കെ കാണിച്ച് ആ ഒരു പ്യുവർ ലൂണസി എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് കുറച്ച് അവരൊന്ന് പിടിവിട്ട് പോയി. അവിടെ വെച്ചാണ് സത്യം പറഞ്ഞ ഈ സിനിമ നമുക്കും ആ ഒരു എക്സ്പീരിയൻസ് ഇന്ന് മിസ്സായി തുടങ്ങിയത്. പിന്നെ പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ദിലീപിൻ്റെ കേസിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കേസ്, ആ ഒരു അബ്ഡക്ഷൻ പരിപാടികൾ, സംഗതികളൊക്കെ. അപ്പോൾ കുറച്ചായിട്ട് ദിലീപിന് പേഴ്സണലി പറയാനുള്ള, ലൈഫിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ രാമലീലയിലൊക്കെ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്ന സമയത്തും ഒട്ടും ഒരു എന്താ പറയുക, സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ മോശമായിട്ടുള്ള ഒരു റെഫറൻസ്, ഒരു സംഗതി, ഒരു അബ്ഡക്ഷൻ്റെ പരിപാടി പോലത്തെ ഒരു സംഗതി സിനിമയിൽ വന്നു. അത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പോൾ അവരത് ഇൻറ്റൻഷനലി ചെയ്ത് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു സീൻ എന്താണെന്നുള്ളതിലേക്ക് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളത് കണ്ടിട്ട്, സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്തായാലും സിനിമയുടെ ഭീകരമായിട്ടുള്ള ഡീറ്റെയിൽസുകളിലേക്കൊന്നും പോകുന്നില്ല. ചില കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ VFXൻ്റെ കേസ് ഭയങ്കര മോശം വർക്കായിരുന്നു VFX. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ബിൽഡ് ചെയ്ത് അതിലൊരു നല്ല ഒരു സാധനം പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് VFX വന്ന് ആ സീൻ കൊളാക്കും. കാരണം ഭയങ്കര മോശമായിട്ടാണ് VFX വർക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതെന്തായാലും പറയണം തോന്നിയോട് പറയണം. പിന്നെ അത് പോരാതെ മ്യൂസിക്കിൻ്റെ സൈഡാണെങ്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഷാൻ റഹ്മാൻ്റെ സോങ്സ് ആണ് വന്നിട്ടുള്ളത്. ആ അഴിഞ്ഞാട്ടം എന്നുള്ള പാട്ട് ഞാൻ വിചാരിച്ച് പ്രൊമോ സോങ് ആണെന്നുള്ളത്, പക്ഷേ അത് സിനിമയിൽ വന്നിട്ടുണ്ട്, ട്രാക്ക് സിനിമയിലുണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ വന്ന സമയത്ത് എന്തായിരുന്നു ആളുകളുടെ റിയാക്ഷൻ? അത് തന്നെയാണ് തിയേറ്ററിലും കിട്ടിയ റിയാക്ഷൻ. ആളുകൾ തലയിൽ കൈവച്ച് ആ പാട്ട് വന്നപ്പോൾ, കാരണം ഭയങ്കര മോശമായിരുന്നു പാട്ട്. അതിൻ്റെ അകത്ത് ദിലീപും ലാലേട്ടനും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഉദ്ദേശിച്ചത് മേ ബി ആ ഒരു തമിഴ് ദളപതി പരിപാടി റീക്രിയേറ്റ് ചെയ്യാനായിരിക്കാം. ഒരുപാട് ആളുകളൊക്കെ സെറ്റ് കൊണ്ടുവന്ന് പരിപാടി ചെയ്യിക്കുക എന്നുള്ള മൂഡിലായിരിക്കാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് വർക്കൗട്ടായി വന്നില്ല. പക്ഷേ BGMൻ്റെ കേസിൽ ഗോപി സുന്ദർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. നല്ല വർക്ക് തന്നെയായിരുന്നു. 1-2 ഇൻട്രോസിലും പിന്നെ ഇടയ്ക്കുള്ള പരിപാടികളും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഓവറായി പോയോ എന്ന് തോന്നിയെങ്കിലും നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റെഫറൻസുകൾ, ഈ ആളുകളെ, ഇപ്പോൾ നമ്മുടെ സെലികുമാറേട്ടൻ്റെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി വരുന്നുണ്ട് ഒരു ക്യാരക്ടറായിട്ട്, വന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ ക്യാരക്ടേഴ്സിനെയും ഒരുപാട് ആളുകളെയും യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറേയൊക്കെ വർക്കൗട്ടായി പറഞ്ഞ പോലെ കുറേ
സിനിമയിൽ ഒരുപാട് നല്ല ഈ പറഞ്ഞ രസമുള്ള ഗിമിക്സുകൾ ഉണ്ട്, റെഫറൻസുകൾ യൂസ് ചെയ്ത്. ഇപ്പൊ റൺവേയിലൊക്കെ സാധനമൊക്കെ റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അവിടെ ഗില്ലിയിലെ സ്കോർ വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ നരസിംഹത്തിലെ ലാലേട്ടന്റെ ആ കാലിന്റെ ഷോട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ രസമുണ്ട്, ചിലതൊക്കെ ബോറിംഗ് ആയിരുന്നു, വേണ്ടിയിരുന്നോ എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തവണ തിയേറ്ററിൽ പോയി കാണാം. ഇഷ്ടാവാതിരിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സിനിമ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ക്രൗഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ്. കാരണം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സിനിമയിൽ എന്തൊക്കെയോ രസമുള്ള മൊമെന്റുകളുണ്ട്. ഇപ്പം സിനിമയിൽ നമ്മൾ റീസെന്റ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ട്രോളുകളും സംഗതികളൊക്കെ സിനിമയുടെ അകത്ത് റെഫറൻസുകളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് പോരാതെ ധ്യാനും വിനീതും കൂടിയുള്ള ഒരു ഫേസ് ഓഫ് സീനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. തിയേറ്റർ മൊത്തം എല്ലാവരും ചിരിച്ചൊരു സീനായിരുന്നു അത്. ആ ഒരു അവരുടെ ഇന്റർവ്യൂ, ധ്യാനിന്റെ ഇന്റർവ്യൂവും അതൊക്കെ വെച്ചിട്ട് വിനീതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു ഫേസ് ഓഫ് സീൻ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ഗിമ്മിക്സുകൾ അവർ സിനിമയുടെ അകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചിലത് വർക്കായി, ചിലത് വർക്കായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് വാച്ച് ആണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ചെന്ന് കാണുക, ശ്രമിക്കുക. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു. സോ അതാണ്. അത്രേ ഉള്ളൂ. ബൈ.